ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സ്ത്രീകളെ സംബന്ധിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചും പല രീതിയിലാണല്ലോ ലൈംഗികതയെ നോക്കിക്കാണുന്നത്. അതുപോലെ സാഹചര്യത്തിനും പ്രായത്തിനും ആരോഗ്യത്തിനുമൊക്കെ അനുസരിച്ച് ചെയ്യുന്ന രീതിക്ക് മാറ്റം വരും. ചിലരെ സംബന്ധിച്ച് സ്ഥിരമായിട്ടൊരു രീതിയോടാണ് താല്പര്യം. എന്നാൽ ചിലർക്ക് അങ്ങനല്ല. അവർക്ക് വെറൈറ്റി വേണം, പല പല രീതികൾ പരീക്ഷിക്കണം. ഇപ്പം ചിലരെ സംബന്ധിച്ച് ഒരു വീഡിയോ കാണുന്നു, അതിനകത്തെ ഒരു പൊസിഷൻ കണ്ടു വല്ലാതെ ഇഷ്ടപ്പെട്ടു, അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അതുപോലെ സ്ത്രീ ആയാലും പുരുഷനായാലും ലൈംഗികത മടുപ്പ് കൂടാതെ ആസ്വദിച്ച് സ്ഥിരമായിട്ട് ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്ന രീതിയുടെ പ്രത്യേകത കൊണ്ടാണ്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് പുരുഷൻ നിന്നുകൊണ്ട് അടിക്കുന്ന രീതിയുണ്ടല്ലോ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഗുണത്തെക്കുറിച്ചും അതിൻ്റെ ഒരു സവിശേഷതയെക്കുറിച്ചുമൊക്കെയാണ്. തന്നെയല്ല, സ്ത്രീകളെ സംബന്ധിച്ചും ഇതിന് ചില രസങ്ങളും പ്രത്യേകതകളും ഒക്കെ ഉണ്ട്, അതും നമുക്ക് പറയാം. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാവുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് പങ്കാളി മലർന്നു കിടക്കുന്ന അവസ്ഥയിലായിരിക്കും, ഇടയ്ക്കൊക്കെ കാലുകൾ പുരുഷൻ്റെ കയ്യിൽ വരും. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് ഈ ഒരു പൊസിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇജാക്കുലേഷനെ നിയന്ത്രിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകുന്നു. കാരണം അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇൻഹേൽ എക്സേൽ ചെയ്ത് ശരീരത്തെ റിലാക്സ് ചെയ്യിപ്പിക്കാം, പക്ഷേ ഇത് പങ്കാളി അറിയുന്നില്ല. അതുപോലെ ഇടയ്ക്ക് ഉദ്ധാരണത്തെ കറക്റ്റ് ചെയ്യാം, സാധനത്തെ റിഫ്രഷ് ചെയ്യാം കൈകൊണ്ട്. അതുപോലെ വയറൊക്കെ ഒന്ന് അകത്തോട്ട് പിടിച്ചു വെച്ചാൽ അതിൻ്റെ വലിപ്പവും ഭംഗിയൊക്കെ മാക്സിമം തോന്നിപ്പിക്കാൻ പറ്റും. അതുപോലെ പങ്കാളിയെ പൂർണ്ണമായി കണ്ടുകൊണ്ട് ഓരോ ഭാഗത്തെ റെസ്പോൺസും നമുക്ക് ആസ്വദിക്കാം. എന്ന് വെച്ചാൽ കണ്ടുകൊണ്ട് പ്രവേശിപ്പിക്കുന്ന രീതിയുണ്ടല്ലോ, അതിവിടെ പറ്റും. അതുപോലെ ഫേസ് ടു ഫേസ് ഒരു നിശ്ചിത അകലം കിട്ടുന്നതുകൊണ്ട് ഫേസിൻ്റെ എക്സ്പ്രഷൻ നന്നായിട്ട് കാണാം. ഏത് ഭാഗത്ത് കൂടുതൽ സ്ട്രോക്ക് കൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോഴാണ് കൂടുതൽ ആസ്വദിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതുപോലെ പാദം മുതൽ മേപ്പോട്ട് ഏത് ഭാഗത്തും പ്രസ് ചെയ്യാൻ പറ്റും, സ്റ്റിമുലേഷൻ കൊടുക്കാൻ പറ്റും. അത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ രസകരമാണ്. അതുപോലെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് പുരുഷന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഫോർപ്ലേ ചെയ്യാം, ഓറൽ ചെയ്യാം. എന്നുവെച്ചാൽ ഒന്നിക്കുന്നതിൻ്റെ കൺട്രോൾ മുഴുവൻ പുരുഷൻ്റെ കയ്യിൽ വരും. അത് സ്ത്രീയെ സംബന്ധിച്ചും ഒരു പ്രത്യേക ആനന്ദമാണ്. അതുപോലെ വണ്ണവും വയറും ഒക്കെ അമിതമായിട്ടുള്ള പുരുഷനെ സംബന്ധിച്ച് മുകളിൽ വരുന്ന പൊസിഷൻ ചെയ്യുമ്പം വയറിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊരു ഞെരുക്കം തോന്നാം. എന്നാൽ ഇവിടെ ആ സാഹചര്യം ഉണ്ടാവില്ല, ബെഡിൻ്റെ കറക്റ്റ് ഹൈറ്റ് ആണെങ്കിൽ. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ഇടയ്ക്ക് കാലുകൾ പുരുഷൻ്റെ കൈകളിലേക്കൊന്ന് നൂത്ത് വെക്കാം. സാധാരണ ചെയ്യുമ്പോഴൊക്കെ മുട്ടുകളൊന്നും മടങ്ങിയിരിക്കുന്ന രീതിയാണല്ലോ വരുന്നതേ. അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ മൊത്തത്തിൽ കറക്റ്റായിട്ട് നടക്കും, കാലിന് വേദനയൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. അതുപോലെ പുരുഷനെ സംബന്ധിച്ചുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏത് ഫോഴ്സിലും ഏത് സമയത്തും അടിക്കാൻ പറ്റും. അതുപോലെ വരാറായെന്ന് തോന്നുവാണെങ്കിലേ ഏത് സമയത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് പുറത്ത് വരാം. എന്നിട്ട് മറ്റുള്ള ക്രിയകളിലൊക്കെ ഏർപ്പെട്ട് സ്റ്റിമുലേഷൻ കൊടുക്കാം. പങ്കാളിയെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടല്ല. കാരണം ഈ സമയം ലിംഗം മറ്റെങ്ങും ടച്ച് ചെയ്യാത്തതുകൊണ്ട് സ്ഖലനത്തെ നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രിസരിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പുരുഷന് ചെയ്യാൻ പറ്റും. കാരണം ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് അവരത് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഒരു രീതി തന്നെ തുടക്കം മുതലങ്ങ് അവസാനം വരെ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്കിഷ്ടപ്പെട്ട രീതി മാറി മാറി പോകാം. അതുപോലെ ഇജാക്കുലേഷൻ യോനിക്കകത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, പങ്കാളികൾക്കാണെങ്കിലും അങ്ങനെ സാഹചര്യം വരാം. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടറിഞ്ഞ് പുരുഷനത് കൈകാര്യം ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു രീതി പങ്കാളികളെ സംബന്ധിച്ച് നല്ല വ്യായാമമാണ് രണ്ടു പേർക്കും. പ്രത്യേകിച്ചും പുരുഷന്മാർ ഈ ഒരു രീതി തുടർച്ചയായി ചെയ്താൽ ലോവർ അബ്ഡോമൻ ഭാഗത്തെ മസിൽസ് ബലപ്പെടും. അതുപോലെ ഈ സമയം സ്ത്രീകളുടെ രണ്ട് കൈയും ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ മാറിടങ്ങളിൽ ശരിയായ രീതിയിൽ സ്റ്റിമുലേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ പുരുഷനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണല്ലോ ലൈംഗികതയിൽ സംഭവിക്കുന്നത്. ഒന്ന് ശരിയായ ഉദ്ധാരണം, മറ്റൊന്ന് ആവശ്യത്തിന് സമയം. ഈ രണ്ട് കാര്യത്തിനുള്ള പരിഹാരവും ഈ ഒരു രീതി ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വന്ന് റിഫ്രഷ് ചെയ്യാം. ആ ഒരു നനവൊക്കെ കാണുന്നത് തന്നെ പുരുഷനൊരു രസമാണ്. കാരണം കാഴ്ചയിൽ കൂടി പുരുഷന് കൂടുതലും സ്റ്റിമുലേഷൻ കിട്ടും, സ്ത്രീക്ക് സ്പർശനത്തിൽ കൂടിയാണ്. അതുപോലെ എത്രത്തോളം ലൂബ്രിക്കേഷൻ വരുന്നെന്നുള്ളതും ഏത് സാഹചര്യത്തിലാണ് വരുന്നെന്നുള്ളതും പുരുഷന് ശരിയായ രീതിയിൽ കണ്ടറിയാം. അതുപോലെ ചില സ്ത്രീകൾക്ക് നല്ല ഷേപ്പുള്ള ശരീരമാണ്, അപ്പോൾ അത് കാണുന്നത് തന്നെ
പുരുഷനൊരു ഹരമാണ്. അതുപോലെ തന്നെയാണ് പുരുഷൻ്റെ ശരീരവും. ചില പുരുഷന്മാർക്ക് നല്ല ഷേപ്പാണ്. ആ മസിൽസൊക്കെ സ്ത്രീകളും ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല പൊസിഷനാണിത്. കാരണം മലർന്നു കിടന്നുകൊണ്ട് നിതംബവും കാലുകളും ഒക്കെ പൊക്കി വെച്ചിരിക്കുന്ന ഒരു പൊസിഷൻ ആയതുകൊണ്ട് ബീജത്തിന് വളരെ വേഗം സഞ്ചരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ സ്പേസിലേക്ക് കറക്റ്റായിട്ട് പോന്നു. അതുപോലെ പുറത്തേക്ക് വരാനുള്ള ടെൻഡൻസി കുറയുന്നു. അതുപോലെ ഒരു പില്ലോ നിതംബത്തിൻ്റെ അടി വെച്ച് കുറച്ച് സമയം കിടക്കുന്നത് നല്ലതാണ് ഇതിന് ശേഷം. ചുരുക്കി പറഞ്ഞാൽ 2 കാര്യത്തിനും ഇത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസി ആകാനും ആക്കാതിരിക്കാനും. അതുപോലെ വലത് കൈ വശമുള്ള പുരുഷനെ സംബന്ധിച്ച് വലത് കൈ കൊണ്ടായിരിക്കുമല്ലോ അവരതിനകത്ത് പിടിക്കുന്നത്. മാത്രമല്ല സ്വയംഭോഗം ചെയ്യുമ്പോഴും അങ്ങനെയായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും രീതിയിൽ ഉദ്ധാരണം നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് ആ രീതിയിൽ വീണ്ടെടുക്കാൻ പറ്റും. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉദ്ധാരണം ഉണ്ടാകണമെന്ന് ബ്രെയിൻ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഈ പൊസിഷനിൽ വളരെ ഭംഗിയായിട്ട് ചെയ്യാം. ആക്ച്വലി നമ്മൾ ലൈംഗികത ചെയ്യുന്ന രീതി അനുസരിച്ചാണ് അത് വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് ഒരു പ്രത്യേക രീതി ചെയ്യുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അവർക്കൊരു പ്രത്യേക അനുഭൂതിയാണ്. അതുപോലെ ചിലർ പറയാറില്ലേ, ഇതിനോടൊരു താല്പര്യമില്ല, അല്ലെങ്കിൽ പങ്കാളിക്കൊരു താല്പര്യമില്ല, ഒരു മടുപ്പാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതൊഴിവാക്കും. ചിലർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നതിനോടും താല്പര്യമില്ല. ഇതിനൊക്കെ കാരണം ചെയ്യുന്ന സമയത്ത് അവരെ ഉത്തേജിപ്പിക്കുന്ന സിഗ്നലുകൾ ബ്രെയിനിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും അത് ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കുന്നില്ല. ഉദാഹരണത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഓർഗാസം അനുഭവിക്കാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് ലൈംഗികതയോട് വലിയ താല്പര്യം കാണില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ബ്രെയിൻ അനുഭവിക്കേണ്ട അനിർവചനീയമായ ഒരു ആനന്ദമുണ്ട്, അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ചെയ്യുന്ന സമയത്തൊക്കെ രതിമൂർച്ച വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനല്ല. അവരുടെ ബ്രെയിൻ സിസ്റ്റം അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഒരു പ്രത്യേക ലോകത്തേക്ക് പോകുന്നു. ലിംഗത്തിൻ്റെ വലിപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. അതുപോലെ ആദ്യമായിട്ട് പ്രവേശിപ്പിക്കുന്നവരെ സംബന്ധിച്ച് ചില അസ്വസ്ഥതകൾ തോന്നാം, പ്രത്യേകിച്ചും വലിപ്പം കൂടിയതാണെങ്കിൽ. അതുകൊണ്ട് നിന്നോണ്ട് ചെയ്യുമ്പോൾ പുരുഷന് ഇറിറ്റേഷൻ ഉണ്ടാകാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതുപോലെ ചെറിയ ലിംഗമാണെങ്കിലും ഈ മോഡൽ ചെയ്യുമ്പോൾ 2 പേർക്കും ആസ്വദിക്കാൻ പറ്റും, ക്രിസരിയിൽ സ്ട്രോക്ക് കൊടുത്ത് ചെയ്താൽ. അതുപോലെ നല്ല ഷേപ്പൊക്കെയുള്ള ശരീരമാണെങ്കിൽ അത് പങ്കാളിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ചില സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. അവരത് കണ്ട് ആസ്വദിക്കുമ്പോൾ ഒരു പ്രത്യേക ആത്മവിശ്വാസം ഫീൽ ചെയ്യും. അതുപോലെ ഞാനിപ്പോൾ ഈ ഒരു രീതി പറഞ്ഞെന്ന് വിചാരിച്ച് ഓരോ രീതിക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്, സവിശേഷതയുണ്ട്, രസങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഏത് രീതിയാണ് കൂടുതൽ രസകരമായിട്ട് തോന്നുന്നത് അത് തന്നെ ചെയ്യുക. പിന്നെ ഈ ഒരു മോഡലിൻ്റെ സവിശേഷതയെക്കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. അതുപോലെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.